ട്രെയിലർ അത് റിപ്പയറിന്റെ അവിടെ അല്ലേ? അല്ലതാ അല്ല കണ്ടു 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 റിപ്പയർ കണ്ടു കണ്ടു കണ്ടു. ഹലോ ഹലോ. എന്താ കാരണം മൊത്തം പ്രശ്നങ്ങളാണല്ലോ. ഒയ്യോ മൊത്തം പ്രശ്നങ്ങള്. ഒയ്യോ ഞാനാണ് സത്യം 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് വന്നോളൂ. ഇന്ന് വന്നോക്കിയപ്പോഴേക്കും മൊത്തം പ്രശ്നങ്ങൾ. എന്റെ പറ്റോ എന്തൊക്കെയാണ് ഇവിടെ സിറ്റിയിൽ നടന്നോണ്ടിരിക്കുന്നത്. എന്ത് മാറിയപ്പോഴേക്കും മൊത്തത്തില് തലയിരിച്ച് ആണല്ലേ? തലയിരിക്കണം. ഓപ്പോസിറ്റ് നിന്നോണ്ട് ഞാൻ പറയാ, ഒരു വട്ടം അടിച്ചിട്ടാ നിങ്ങള് പിന്നെ അതിന് തിരിച്ചെങ്ങനെയാ ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാനിപ്പോ അത്രേ പറഞ്ഞുള്ളൂ. നമ്മൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കാണിച്ചിട്ട് മതി. ഡയലോഗ് അടി അതുവരെ നമുക്കൊന്നും വേണ്ട. അപ്പൊ അന്ന് ചെയ്ത് കാണിച്ചത് ചെയ്ത് കൊടുത്തേരെ, അന്നേരം പയ്യന്മാർക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അത്രേ ഉള്ളൂ. ഇപ്പൊ അവരുടെ ടൈമല്ലേ, അപ്പൊ അവര് അത് ആഘോഷിക്കട്ടെ. മറ്റേ തൂർണത്തം തീർന്നുകൊണ്ടാറാട്ട് പറഞ്ഞല്ലേ, അവരിപ്പോ ഇവിടെ ആഘോഷിക്കട്ടെ. അപ്പൊ അവരുടെ ടൈമല്ലേ. ഇപ്പൊ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മുടെ സൈഡിലുള്ള ഇതുകൊണ്ട് നമ്മളാക്കി. അതില് ഇനിയിപ്പോ സാഹചര്യം കൊണ്ട് നടക്കുന്നതല്ലേ. പിന്നെ ഇവര് 2-3 മാസം ആകുമ്പോഴേക്കും നമ്മൾ ആദ്യമായിട്ടാണ് നോക്കുന്നത് എന്നുള്ളതാണ്. ഏത് ഗാങ്ങാണെങ്കിലും നോക്കും. പക്ഷെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മള് ഇതേപോലെ പേടിച്ച് വളത്തിനുള്ളിൽ പോയിരിക്കുന്ന സ്വഭാവമല്ല. ഉള്ളവരെ വെച്ച് അടിക്കും. അത് അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ, അത് ഓക്കെ, നമുക്ക് മിസ്റ്റേക്ക് പറ്റി നമ്മളിത് പറ്റി, അത്രേ ഉള്ളൂ. അത് നമ്മള് ബാക്കി നോക്കിക്കോളാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് പറഞ്ഞോളാം. നമുക്ക് ഇനി അത് വെറുതെ ന്യായീകരിച്ച് അത് സിംപിളി അക്സെപ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. അതേപോലെ വേറെ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ അടുത്ത് കൊറേ കൊച്ചുവാണങ്ങളൊന്ന് മെസ്സ് അടിക്കുന്നത് KV അടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വരാറുണ്ട്. ഞങ്ങള് 2 വട്ടം പുഴിപ്പിച്ചതെന്ന് മറന്നുപോയി അവന്മാര്. ഇവരിപ്പോ ഇതേപോലെ തന്നെ പണ്ടത്തെ ഏതൊക്കെയോ എല്ലായിടത്തും കുത്തിപ്പോക്കി ഫുൾ ആഘോഷമാണ്. അവരെ ആശിക്കട്ടെ, അവരുടെ ടൈപ്പല്ലേ. ഇതിനൊക്കെ ഇതുണ്ടാവും. നമ്മള് മറ്റേ പണ്ട് പറഞ്ഞ പോലെ ഇഷ്ടം പോലെ സമയമുണ്ട്, ഇഷ്ടം പോലെ സമയം. ഒരു ഇതെന്ത് ഇങ്ങനെ നടന്നു പോകുന്ന തന്നെ. ഹലോ ഹലോ, കീബോർഡിൽ പോലും തൊട്ടിട്ടില്ല. അവിടെ ആരും ഇല്ലല്ലോ. എന്തായാലും ബഗ്ഗാണ്. എനിക്ക് എന്തോ ബഗ് പറ്റിയതാണ്. ഇതെന്താ ഇങ്ങനെ? ഞാൻ കീബോർഡ് തൊടുന്നില്ല. കാർലോ, ഞാൻ വന്നെന്ന് പറഞ്ഞ എടാ ഇതെന്തൊരു കഷ്ട. ഹലോ ഞാൻ പോവാണ്. ഹലോ ഇത് നടന്നു. നമുക്ക് ഇതെന്താ ഇങ്ങനെ? 700 MS 22 PL വേറെ ഓൾറെഡി പറഞ്ഞു. അപ്പാപ്പനല്ല. ഓക്കെ കാർലോ, അപ്പൊ പോയിട്ട് KV 6 years കൊണ്ട് തോറ്റ വാർഡിനൊക്കെ കൂടുതൽ ഈ കണ്ടികൾ 6 മാസത്തിലുണ്ട്. അത് ഞാൻ എവിടെയും പറയാം. അതൊരു സത്യം മാത്രമാണ്. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണത്. 6 വർഷം KV തോറ്റത് ഇവന്മാർ 6 മാസത്തിൽ തോറ്റിട്ടുണ്ടാവും. ലെഗസിയെ വെറും തോന്നലാടാ നിനക്കൊക്കെ അതൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിന്റെ സമയം കഴിഞ്ഞ്. അല്ലെങ്കിൽ ഇനിയൊരു നിനക്കൊക്കെ അത് പറയണമെങ്കിൽ ഒരു 5-6 വർഷം ഈ ഗ്യാങ് ഇങ്ങനെ നിലനിർത്തി നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതായത് ഇതുപോലെ പീക്കാക്കി കൊണ്ടുപോകാൻ പറ്റണം നിനക്കൊക്കെ, ആ ലെഗസി കിട്ടണമെങ്കിൽ. അല്ലാതെ ഒരു വാറ് ജയിച്ചു എന്ന് പറഞ്ഞൊന്നും ലെഗസി കിട്ടാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കണം. ഞാൻ ഒന്നും തൊട്ടിട്ടില്ല. ഞാൻ തൊട്ടിട്ടില്ല ഇതില്. ഹലോ എന്തിട്ട് ടീമിനുണ്ട് ബാക്കിൽ. എടാ ഈ വണ്ടി നിക്കൂല. ഹലോ ഇല്ലടാ, വണ്ടി നിക്കുന്നില്ല. ഈ വണ്ടി നിക്കുന്നില്ല. ഇത് എന്ത് പറയണേ ഇത്? ഇത് അഡ്മിനാണോ? ഒരു കിഡിൽ ട്രിക്കുണ്ടല്ലോ. എടാ ഇതെന്റെ കീബോർഡ് പോയതാണോ അഡ്മിനാണോ ഇത്?
അണ്ണാ ഞെക്കുന്നതിന്റെ ഓപ്പോസിറ്റ് പോകുന്നതാണോ എന്തോ പ്രശ്നം എന്തോ? അത് കീബോർഡിന്റെ ആവാനൊരു ചാൻസ് ഉണ്ട് ഇത്. ഞാനല്ല ബ്രാവോ ഗെയിമിംഗ്. ഇങ്ങനെ പോകുന്നു വണ്ടി നിൽക്കുന്നില്ല. ഇത് ഏതിലും അഡ്മിൻസ് ആണോ? ഹലോ ബ്രോ, ഏതിലും അഡ്മിൻസ് ആണെങ്കിൽ ഞങ്ങക്ക് ഇതിന് പോണം, മറ്റേ ഇതിന് പോണം. ഒന്ന് നിർത്തുവോ? നിർത്തിയോ? ഹലോ ഹലോ ഹലോ, ആരാ ഇതാരാ? ഓസി പറഞ്ഞോണ്ടോ? ഹലോ ഹലോ, ഞാൻ താങ്ക്യൂടാ. ഞാനിപ്പോ മുറുക്കെ കണ്ടിട്ട് ബാക്കിൽ ഓടിയിരുന്നേ, വണ്ടീനെ ബാക്കിൽ ഓടിയിട്ട് കണ്ടില്ല. എടാ അതെ, വണ്ടി വേറൊരാളുടെ കൺട്രോളിലാ, എന്റെ കൺട്രോളിലല്ല. നേബറിനോട് പറ്റിത്തരം ചെയ്തിട്ട് ബാക്കിൽ ഓടിയതായിരുന്നു. ആണല്ലേ? എടാ ഞാനൊരു ചെറിയ പരിപാടിയിൽ നിൽക്കും, ഞാൻ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? ഓക്കെ, താങ്ക് യു. ഇത് ആരാടാ എന്റെ വണ്ടി കൺട്രോൾ ചെയ്യണേ? അല്ല, അഡ്മിൻസ് ആരും അല്ലടാ. സീറ്റ് മാറ്റി വയ്ക്കണ്ട, വേറെ ആർക്കും ഓടിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഇടയ്ക്ക് കിട്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് കണ്ണ് ട്രാക്കർ അത് ഭൂകമ്പോ വെള്ളപ്പൊക്കം എല്ലാം ആയിരുന്നു. ചാവത്ത് പോലും ഇല്ലായിരുന്നു. കഴിവറ വീഡിയോ ചെയ്തപ്പോഴും ഒന്നും ഇല്ലായിരുന്നു. വന്നിട്ട് ഒരു ഫ്രണ്ടിലൊരു ബോംബിടും. മിസൈലൊന്നും വേണ്ട അണ്ണാ, ഒരു മഞ്ഞോണ്ടി വിടുമ്പോ. ഇതൊക്കെ എന്റെ തലയിൽ എങ്ങനെയാടാ കറക്റ്റ് ആയിട്ട് വരുന്നേ? ഹാക്കർ ചെയ്യുന്നതെന്ന് അറിയാൻ ഇത് സുബ്രു ആണോ? എടാ സുബ്രു ആണെങ്കിൽ ഇവിടെ ഫ്രണ്ടിലൊരു ബോംബിട്ടെ, ഇവിടെ 2 ബോംബിട്ടെ. വണ്ടിയുടെ മണ്ടയ്ക്ക് ഒരു ബോംബിട്ടെ. ഇവിടെ 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 ബോംബിടാ സുബ്രുപ്പുണ്ട്. ഇവൻ വണ്ടി ഓടിച്ചോണ്ട് പോവാടാ. ഇവൻ ഇപ്പോഴും നമ്മുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കട്ടെ. വേഗം പൊട്ടിക്കണേ, ഡിലേ ഒന്നും ഇല്ലാത്ത. സത്യം പറയണ കീബോർഡ് ദേവൂട്ടന്റെ കയ്യിലല്ലേ? ഞാൻ റോഡിൽ ഇറക്കട്ടെ എങ്ങനെയല്ലേ? ഇത് നോക്കണേ, കീബോർഡ് ഒരു കൈ പിടിച്ചേ. കണ്ട വണ്ടി കണ്ട റിവേഴ്സ് എടുത്തട്ടാ. കണ്ട കണ്ടാ എന്റെ വയർലെസ് പോലും അല്ല കീബോർഡ്. കണ്ട തന്തേരാഴിയല്ലേ ഇവനൊക്കെ കാണിക്കുന്നത്? നമ്മളല്ല എടാ അവന്റെ എങ്ങനെയല്ലോ പീടി വണ്ടി പിടിച്ച് മേടിക്കടാ. ഹലോ ഹലോ പറ്റൂ അണ്ണാ, വണ്ടി ഓടിക്കണം. എടാ നിങ്ങൾ വെളിയിലിറങ്ങി വേറൊരു വണ്ടി എടുക്ക്, നിങ്ങൾ വെളിയിലിറങ്ങി വേറൊരു വണ്ടി എടുക്ക് പെട്ടെന്ന്. അല്ല അണ്ണൻ വണ്ടി തിറക്ക്, ഞങ്ങൾ പിടിച്ചപ്പോരേ. എടാ ഞാൻ വണ്ടി തിറക്കാം, കീബോർഡ് കുത്തിട്ട് ഒരു മിനിറ്റ്. എനിക്ക് വണ്ടി ഇറങ്ങാൻ പറ്റുന്നില്ല. പീടി വണ്ടി നമുക്ക് വേണം, അർജന്റ് ആയിട്ടാ. ബ്ലൂ ബ്ലൂ ആണോ അത്? എടാ എന്നെ ഇത് ഓടുന്നു. ഹലോ ഞാൻ പറയാൻ നിക്കുവാണേ. ഇത് ആരാ പുറകെ തോളത്തിരിക്കുന്നത്? നിന്റെ ശബ്ദം മാറിയാ? ബൈക്കില്ല.
അണ്ണാ നമുക്ക് ഇവിടെ ഇരുന്നാലോ? ഇത് കേറാനും പറ്റുന്നില്ല ഇപ്പം. ഹലോ അണ്ണ അടിക്കുന്ന ഫയർ ചെയ്ത് ആര് ആരും ഫയർ ചെയ്ത് ബാക്കിൽ നിന്ന്. അല്ല ഡിമണല്ല ബാക്കിൽ നിന്ന് അടിച്ചേ. ഹലോ സ്റ്റീവ് നീയാണോ? ഞാനല്ലേ ഡയറി ഇതിനകത്ത് കേറി ഇരിക്കാൻ സ്ഥലമില്ല ഇനി. അണ്ണായിരുന്നോ? ദിവൻ കേറി പിടിച്ചാ. എക്സിലറേറ്റ് ആവുന്ന എനിക്ക് അറിഞ്ഞൂടാ. പീടി വണ്ടി എവിടാണ്? നീ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചോ എനിക്ക് ഹെൽപ്പ് ഗെയിം ബഗ് തോർത്ത് വേണം എന്റെ അടുത്ത് എനിക്ക് പച്ച തോർത്ത് ഞാൻ ഉണ്ടെന്താ പറയാ അത് വെച്ച് പിടിപ്പിച്ചോടാ നീ ഇതെന്താ ഇങ്ങനെ പോണ? ഹലോ ഞാൻ പിടിക്കുന്നത് എനിക്കാണെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അടിച്ചു പോണേ. ഞാൻ ഇരിക്കുന്നു. ഹലോ ബ്ലൂ നമുക്ക് ആ പിടി വണ്ടി ആവശ്യമുണ്ടോ? ഒന്ന് പെട്ടെന്ന് വരുമോ? എവിടെ ചോദിക്കും എവിടെ ചോദിക്കും എവിടെ നീ വള്ളിയാണോ ബ്രോ? നീ എവിടെ? നീ ടി വി എസ് ആയിട്ട് തോറ്റിട്ടാണ് അമ്മമാരുടെ ഡയലോഗ്. കണ്ടിയൊന്നും കണ്ടിയല്ലടാ എവിടാ മതി പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും എനിക്ക് അത് സംസാരിച്ചോണ്ടിരിക്കാൻ വയ്യ. പിങ് പിങ് ആണെങ്കിലും എങ്ങനെ ഓട്ടോമാറ്റിക് മൂവ് ആവുന്നേ അതാ ഞാൻ ആലോചിക്കുന്നേ. അവനെ കിട്ടിയോ? പീടിയിലാ നിക്കുന്നവര്. പീടിക്കകത്ത് കൊടുക്കല്ലേ എന്ന് പറഞ്ഞ ആ വണ്ടി വേണം. നമുക്ക് ആ വണ്ടി വേണം. പീടിയെടുത്തൊന്ന് മാറാൻ പറ പെട്ടെന്ന്. പെട്ടെന്ന് വണ്ടി എല്ലാരും കൂടെ ഇറക്കില്ലേ? വണ്ടി വണ്ടി ഇറക്കണേ. ആ വണ്ടി നമുക്ക് തരുമോ? അത്യാവശ്യമാണ്. ഒന്നും എടാ ആരുടെ വണ്ടി എടുത്ത് പോയേ? ഇവിടെ എനിക്ക് കേറാൻ പറ്റുന്നില്ല. ഒന്ന് മാറി ഇരിക്കല്ലേ എന്റെ ക്യാരക്ടറിനെ വേറെ ഒരു കൺട്രോള്. അടുത്തോട്ടൊന്ന് അഡ്മിൻ ആ മെനു ഒന്ന് മാറ്റിട്ട് കൊടുത്തു. ബ്രോ എന്റെ ക്യാരക്ടറിനെ വണ്ടിയല്ല വേറെ ആരോ കൺട്രോൾ ചെയ്യണ്. ഞാൻ നോക്കിയോട്ടെ. എടാ അവനെ ചേസ് ചെയ്യാൻ പോയില്ലേ? ഹലോ എല്ലാരും കേറിട്ടാണ് വണ്ടിയില്. പിങ്ങിട്ട റീലോക്ക് അടിച്ചു കഴിഞ്ഞാ റീലോക്ക് ഓൾറെഡി അടിച്ച്. അത് പീടിയാണോ? നോട്ട് ഫണ്ണി. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? തമാശയല്ലേ ഇത് ആരും ചെയ്യണല്ല. MRC ആക്കിട്. ഓ അതിനുള്ള കഴിവൊന്നും അവന്മാർക്കില്ലടാ. അതിനുള്ള കഴിവൊന്നുമില്ല. അതൊന്നും എന്തായാലും ഞാൻ അവരുടെ തലയിൽ നടത്തില്ല. ആ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അവരെ ഞാൻ പറയുമോ? ഇതവരല്ല. ഇത് ബുദ്ധിയുള്ള ആരൊക്കെ ഇതിനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഹാക്കായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് തലയിൽ ബ്രെയിൻ ഉള്ളവർക്ക് അത് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതവരല്ല ഞാൻ ഇടിക്കുന്നില്ല അവനാണ് നമ്മളെ ഇടിക്കുന്നത്. ഞാൻ ഇടിച്ചോണ്ടിരിക്കുക അടങ്ങുന്നില്ല. അഡ്മിനാണ് അവനാണ് നമ്മളെ ഇടിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ ഇതൊന്നും. ഞാൻ ഇടിച്ചോ നേരെ എന്തെനിക്ക് അതാ ഞാൻ പറഞ്ഞേ എന്റെ പിയോവിൽ അവനാ ഇടിക്കുന്നത്. കൺട്രോൾ തിരിച്ചിട്ടോ അണ്ണാ എന്താ പറ. എടാ അവന്റെ അടുത്ത് മര്യാദക്ക് വണ്ടി തരാൻ പറ. മര്യാദക്ക് വണ്ടി എന്തെങ്കിലും ഇടിച്ചിടുവോ നിന്നെ? ആ വണ്ടിക്കകത്തോ? അമ്മാർത്തും ചോദിച്ചു എന്താണ് അവന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന്. പറയുന്നേ അവൻ വണ്ടിക്കകത്ത് അഡ്മിനൊന്നും അല്ല. നമുക്ക് ഈ വണ്ടി കിട്ടിയ എടാ അമ്മാരത്ത് പറയടാ നമുക്കൊരു ആവശ്യത്തിന് ആ വണ്ടി ഒന്ന് തരാന്. വണ്ടി ഒന്ന് തരാൻ ഒരു ആവശ്യത്തിനാന്ന് പറഞ്ഞു നോക്കടാ. ഇവിടെ തരണില്ലേ? എന്താ കേസ് എന്തിനാണ് ഇവിടെ? കൊണ്ട് കേറുന്നതിന് മുമ്പ് അവനെ എവിടെ ഇടിച്ച് കേട്ടറാ. ഞാൻ പിറ്റുന്നുണ്ടോ?
MS ഉള്ള ഒരാൾ ഓടിക്കാൻ അറിയാം. ഞാൻ ഓടിക്കാം. ഞാനിപ്പോ ശരിയായി ഇല്ലല്ലേ ഒരു പ്രശ്നമില്ല. ഞാൻ നോക്കിക്കോളാം. ഈ വണ്ടി കിട്ടിയ ഇത് വെച്ച് ചന്ദ്രനെ നമുക്ക് പണ്ണം കഴിച്ചു 200 MS ഉള്ള ഒരാൾ എങ്ങനെ വണ്ടി ഓടിക്കാൻ ഞാൻ കാണിച്ചു വണ്ടി എന്താ എന്തായാലും അവനാണ് നമ്മളെ ഇരിക്കുന്നത് കേട്ടോ. നീ അല്ല അവനെ അങ്ങോട്ട് വിടല്ലേ? ബ്രോ മുട്ടായി വല്ല മനസ്സ് തരാം നിക്ക്. എനിക്ക് എന്തോ പറയുന്നത് എന്തോ പറയുന്നേ? ഹലോ ഇവിടെ ഓപ്ഷനിലൂടെ തുടങ്ങി. എല്ലാത്തൊരു മണ്ണാച്ചി ഏതോ മൊണ്ടാറാ ജയ്സോടെ കൊണ്ട് നിർത്തിരുന്ന തോന്നുന്നു പെണ്ണാച്ചി വൻ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഈ വണ്ടിയെ ഇത് പീഡിയുടെ വണ്ടി തന്നെയല്ലേ ഇത്? അതെ അണ്ണാ ഇതിപ്പോ ഡിവി ഉണ്ട്. ഇവനാണോ വണ്ടി ഓടിച്ചേ? മഞ്ഞ 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 ഈ മഞ്ഞ ഏത് മഞ്ഞ? എടാ നിന്റെ വാ കേക്കാവോ? വാ തുറക്കുവോ? ഹലോ ഹലോ വാ തുറക്കോ? കേക്കാവോ ബ്രോ? കേക്കാവോ ബ്രോ? വണ്ടി ഒന്ന് നിർത്താൻ പറഞ്ഞ ഒന്ന് തരാൻ പറഞ്ഞ ഒന്ന് തന്നൂടെ? നിങ്ങളുടെ കൂട്ടുകാരൻ ചുമ്മാ കൊറേ ആവശ്യമില്ലാത്ത തെറിയും അടിച്ചിട്ട് ആര്? വണ്ടിനകത്തിരുന്ന ആള്. വണ്ടിക്കകത്തിരുന്ന ആളോ? വണ്ടി നിർത്താൻ പറഞ്ഞോണ്ടല്ലേ അവിടെ എടുത്തോണ്ട് പോയതല്ലേ? അപ്പൊ നിർത്തിക്കൂടെ? എന്നോട് പറഞ്ഞത് കേട്ടായിരുന്നു. അടിച്ചിടാൻ നിന്നെ ബ്രോ രഹസ്യം പറയുന്ന പോലെ എനിക്കൊന്നും കേൾക്കുന്നില്ല ബ്രോ പറയുന്നേ. ബ്രോ ഉറക്കപ്പറ ബ്രോ. സത്യമാ പേസറ ബ്രോ. ഇപ്പൊ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഇല്ല ബ്രോ ഞാൻ പറയാണ്. കേക്കാം. ആ കേക്കാം പറഞ്ഞു. വണ്ടിനകത്ത് കയറിപ്പോ അപ്പൊ തന്നെ വണ്ടിയിൽ ഇറങ്ങുന്ന കണ്ടി അടിച്ചിടുന്ന കണ്ടി ഇതാണ് പുള്ളി എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത് ഐ ഷുഡ് ലിസൺ ടു സമൺ ലൈക്ക് ദാറ്റ്. മര്യാദ സംസാരിക്കാൻ അറിയാത്ത ആളോട് ബ്രോ മര്യാദക്ക് സംസാരിച്ചപ്പോഴല്ലേ വണ്ടി എടുത്തോണ്ട് പോയത്? അങ്ങനെ നമ്മൾ ആ ലൊക്കേഷനിലോട്ട് എത്തിയത്. എന്നിട്ട് അവിടെ എത്തി നമ്മൾ വണ്ടി എടുക്കാൻ വന്നപ്പോഴത്തേക്കും ബ്രോ വണ്ടി എടുത്തോണ്ട് പോകും. ബ്രോ നമ്മൾ ഓൾറെഡി ബ്ലൂവിനെ വിളിച്ചിട്ട് പറഞ്ഞാണല്ലോ നമുക്ക് ആ വണ്ടി ഒന്ന് വേണം, ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടാണ്. ബ്രോക്ക് എപ്പം ചവിട്ടി നിർത്തിയില്ലേ? ബ്ലൂ ഒന്നും പറഞ്ഞില്ല. വണ്ടി ഹലോ ഗ്യാങ് ഹൗസ് ഒന്ന് ചെക്ക് ചെയ്യണല്ലേ? ഇത് ഇല്ലീഗൽ ആയിട്ടുള്ള ഐറ്റംസ് നമ്മുടെ കൂടുതലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നു. ആ ഗ്യാങ് ഹൗസിനകത്ത് നിന്റെ പേടിക്കൊക്കെ കേറാൻ പറ്റുമെങ്കിൽ ഒന്ന് കേറി നോക്ക്. അണ്ണാ എനിക്കൊന്നും ഇഷ്ടമല്ല. എടാ നിന്നെയും കത്തിക്കും, നിന്റെ ഭരചന്ദ്ര സാറിനെയും കത്തിക്കും, എല്ലാരും കൂടെ കൂട്ടി പറക്കിയ ഗേറ്റിന് മുമ്പിലിട്ട് കത്തിക്കും. എന്നാ നല്ലൊരാളായിട്ട് കാണാനാണ് എന്റെ ആഗ്രഹം. അന്ന് സറണ്ടർ ചെയ്യണമെങ്കിൽ ജയിലിട്ടിട്ട് എന്നെ നന്നാക്കാൻ എന്നെ അങ്ങനെ നീ നന്നാക്കണ്ട. നീയേ നീ എന്നെ അങ്ങനെ നന്നാക്കണ്ട. അതൊക്കെ ജില്ലയിലെ മോഹൻലാല്, ഇത് പരുന്തുവാസു. മനസ്സിലായ? പരുന്തുവാസിനെ നന്നാക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് നന്നാക്കി കാണിര്. അപ്പൊ ഞാൻ വാറിനായിട്ട് വരാം. വാ വാറണ്ടായിട്ട് വാ. എടാ ഒരു വണ്ടി എടുത്ത് നമുക്ക് ഇതിന് പോണം. എന്താടാ ഉസ്മാനെ? എടാ അല്ല ഉസ്മാൻ ജമാലോ ഇപ്പൊ വരാം. ഞാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, പോയിട്ട് വരാം. ആ വിളിക്കാം. നീ കെട്ടിയോളാം. എന്താടാ ഞാൻ വണ്ടി നിർത്താ കണ്ടീന്ന് പോകാൻ പറയാം. അത് തിരുവിളിയാണെന്നോ? അവനെന്തോ ഇംഗ്ലീഷില് ഇടയ്ക്ക് അവന്റെ ഒന്നാമത്തെ കാര്യം അവന്റെ ബൈക്കിനകത്തൊന്നും ഒന്നും കേൾക്കുന്നില്ല. വണ്ടി അതവിടെ കിടന്നോളൂല്ലേ?
പറയാൻ പറ്റില്ല എനിക്കൊരു കാണും പ്ലീസ് മല്ലു ബേബി